സോ എല്ലാവർക്കും ABMന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിന്റെ ആ ഒരു എക്സ്പെരിമെന്റൽ പാർട്ടുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ എക്സ്പെരിമെന്റ് എല്ലാം തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. സോ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ടുള്ള മിക്ക എക്സ്പെരിമെന്റ്സും നമ്മൾ അതിൽ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ നോക്കാത്തവരുണ്ടെങ്കിൽ സോ ആ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു തിയറി ക്ലാസ് നോക്കാനായിട്ട്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫുൾ എക്സ്പെരിമെന്റൽ ചാപ്റ്ററാണ്. സോ എക്സ്പെരിമെന്റിൽ നമ്മൾ ഇത് ചെയ്ത് പഠിച്ചതിന് ശേഷം തിയറി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പാഠം വല്ലതും മനസ്സിലാവുകയുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് വഴി വേണം ഇത് ചെയ്യാനായിട്ട്. സോ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുക. സോ അതിനുശേഷം നമ്മളിവിടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എടുക്കുക. സോ അതിനുശേഷം ഇവിടെ നമുക്ക് വീഡിയോസിൻ്റെ സെക്കൻഡ് പാർട്ട് പ്ലേലിസ്റ്റ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ സെർട്ടൈൻ സ്പെസിഫൈഡ് ക്ലാസ്സും നമ്മൾ ഫസ്റ്റ് തന്നെയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എടുത്തത് ഈ ഒരു ചാപ്റ്ററാണ്. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന തമ്മിൽ സെൽ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ബയോളജി ക്ലാസ് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 2 ക്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. സോ ഒരു പ്ലേലിസ്റ്റ് വഴി നമ്മൾ കാണാനുള്ള ഗുണം എന്ന് പറയുന്നത് സെക്കൻഡ് നമ്മുടെ ഒരു പാർട്ടിൻ്റെ ക്ലാസ് അടിക്കടിക്ക് തന്നെ വന്നോളും. സോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഫ്ലോ ആയിട്ട് കാണുവാനായിട്ട് നമ്മൾ വീഡിയോ വഴി കാണുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് ബ്രേക്ക് വരും. കാരണം ഇടയിലിടയിൽ വേറെ ക്ലാസ്സുകൾ വരുന്നതുകൊണ്ടാണ്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എന്ന് പറയുന്നത്. സോ PDF ഇല്ലാത്തവർ ഒരു PDF സിസ്റ്റം ഡൗൺലോഡ് ആവട്ടെ. സോ ഈ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വഴി നിങ്ങൾ നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ലേറ്റസ്റ്റ് എഡിഷൻ ആയിരിക്കും നല്ലത്. സോ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ബയോളജിയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ ഇത്, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒനിയൻ സെൽ വെച്ചിട്ട് ഒനിയൻ്റെ സെൽസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് സെൽ, പല തരത്തിലുള്ള സെൽസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ഇതിൻ്റെ തിയറി പാർട്ട്. സോ ഈ പാഠത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ പാർട്ട് നമ്മൾ കഴിഞ്ഞാൽ സോ നമ്മൾ എല്ലാ ക്ലാസ്സുകളും എക്സ്പെരിമെൻ്റൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും തിയറി ക്ലാസ്സിലോട്ട് കിടക്കുന്നത്. സോ എക്സ്പെരിമെൻ്റൽ പാർട്ട് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത് തിയറി പാർട്ടാണ്. ചാപ്റ്റർ 5 ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സോ ഇന്ന് നമ്മളൊരു സയൻസിൻ്റെ പേര് പഠിക്കും. സോ ആ ഒരു സയൻസിൻ്റെ പേര് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ നോട്ട് ബുക്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. ആ ഒരു സയൻസിൻ്റെ പേരാണ് റോബർട്ട് ഹൂക്ക്. സോ ആരാണ് റോബർട്ട് ഹൂക്ക് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കണം. ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കും പെന്നും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യമാണ്. സോ ടെക്സ്റ്റ് ബുക്കും പേനും എല്ലാം തന്നെ എടുത്ത് വെച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട്. എടുക്കാത്തവർ വീഡിയോ പസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കും പേനും എല്ലാം എടുത്തതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്യേണ്ടതാണ്. സോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് തുറന്ന് വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴെ നിങ്ങളിവിടെ ഇയർ നോക്കുക. സോ നമുക്കിവിടെ ഇയർ കാണാനായിട്ട് റീപ്രിന്റ് 2025-26. കാരണം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ പഴയ എഡിഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പാർട്ടൊന്നും ഇല്ല. പഴയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം പുതിയ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഴയ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അവസാനത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മൈറ്റോസിസും മിയോസിസും കാണാനായിട്ട് സാധിക്കും. സോ ഒരു മൈറ്റോസിസും മിയോസിസും ഇവർ ഈ വർഷം ആഡ് ചെയ്ത ആ ഒരു ടോപ്പിക്കാണ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഇത് ആഡ് ചെയ്തിട്ടില്ല. പുതിയ ലേറ്റസ്റ്റ് എഡിഷനാണ്. ഇത് ലേറ്റസ്റ്റ് എഡിഷൻ ആണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴെ അവർ നോക്കാനായിട്ട് കാണിക്കും റീപ്രിന്റ് 2025-26. അതായത് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു അക്കാഡമിക് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലേറ്റസ്റ്റ് PDF ആണ്. സോ പഴയ ബുക്കാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇല്ലാത്ത ആ ഒരു ടോപ്പിക്ക് PDF ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തെടുക്കുക. സോ നമ്മുടെ ആരാണ് റോബർട്ട് ഹൂക്ക് എന്ന് നോക്കാം. നമ്മുടെ റോബർട്ട് ഹൂക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു കഥ പറയണം. ആരാണ് റോബർട്ട് ഹൂക്ക്? സോ റോബർട്ട് ഹൂക്ക് ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അയാൾ ബയോളജിസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹമാണ് പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാർക്ക്, അതായത് നമ്മുടെ ട്രീൻ്റെ, അത് നമ്മുടെ മരത്തിലുള്ള ഒരു പുറം ഭാഗത്തുള്ള ഒരു കറുത്ത കളർ നമ്മൾ കാണുന്ന ഒരു ബാർക്ക്, ആ ബാർക്കിൻ്റെ കോർക്ക്, അതായത് നമ്മുടെ കുപ്പികളിലൊക്കെ തന്നെ അടച്ചു വെക്കുന്ന കോർക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സോ നമ്മൾ കാർട്ടൂണിലെല്ലാം തന്നെ ഒരു കോർക്ക് വെച്ച് കുപ്പി ഇങ്ങനെ അടച്ചു വെക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്രോക്ക് നമ്മളിങ്ങനെ പൊട്ടിച്ച കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് കോർക്ക് എന്ന് പറയുന്ന ഒരു റൗണ്ടിൽ ഇരിക്കുന്ന ഒരു സാധനം. ചിലത് വുഡിലുണ്ടായും ചിലത് യഥാർത്ഥ കോർക്കിലുണ്ടായിരിക്കും. സോ ഒരു കോർക്ക് അദ്ദേഹം റോബർട്ട് ഹൂക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേനീച്ച കൂടിൻ്റെ ഒരകത്തുള്ള ആ ഒരു ഹണി കോംബ് പോലെയാണ് അദ്ദേഹം കണ്ടത്. ആ ഒരു ലിറ്റിൽ റൂം, അതായത് ആ ഒരു തേനീച്ചയുടെ ചെറിയ ചെറിയ റൂമുകളെയാണ് അദ്ദേഹം സെൽസ് എന്ന് പേരിട്ടത്. സോ അങ്ങനെയാണ് നമ്മുടെ ഒരു ബയോളജി സെൽ ഉണ്ടായത്.
സെല്ലിൻ്റെ ജനനം റോബർട്ട് ഹൂക്കാണ് കൊണ്ടുവന്ന വർഷം 1665. സോ നിങ്ങൾ നോട്ട്സ് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. സോ സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവർഡ് ബൈ റോബർട്ട് ഹൂക്ക് ഇൻ ദ ഇയർ 1665. സോ ഓരോ സെൻറ്റൻസുകൾ കീ പോയിന്റ്സ് മാത്രം എഴുതിപ്പോയാൽ മതി. അത് നല്ല നമ്മൾ 1ാം ക്ലാസ്സിലുള്ളത് പോലെ വാട്ട് ഈസ് ദിസ്, ദിസ് ഈസ് ദാറ്റ്, ഹൗ ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ട കാര്യമില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം എഴുതി പോയാൽ മതിയാവും. സോ നമുക്ക് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കാം. While examining a thin slice of cork, Robert Hooke saw that the cork resembled the structure of a honeycomb consisting of many little compartments. Cork is a substance which comes from the bark of a tree. This was in the year 1665 when Hooke made this chance observation through a self-designed microscope. Robert Hooke called these boxes as cells. Cells is a Latin word for a little room. So നമ്മുടെ സെൽ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ് ലിറ്റിൽ റൂം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. This may seem to be a very small and insignificant incident, but it is very important in the history of science. This was the first time that someone had observed that living things appear to consisting of the separate units. The use of word cell to describe the units being used today in biology. നമുക്കറിയാം അദ്ദേഹം 1665 സെൽ എന്ന് പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചതെങ്കിലും നമ്മൾ 2025-26 കാലഘട്ടത്തിൽ നമ്മൾ സെൽ എന്ന് പറയുന്ന വാക്ക് ബയോളജിയിൽ യൂസ് ചെയ്യുന്നു. വാട്ട് ആർ ലിവിങ് ഓർഗാനിസം മേഡ് അപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 5.1 ആക്ടിവിറ്റി നമ്മളിവിടെ കാണുന്നുണ്ട്. സോ ഈ 5.1 ആക്ടിവിറ്റി നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സും മിസ് ചെയ്യാതെ നോക്കേണ്ട ഒരു സ്റ്റുഡൻറ്റിന് അത് ആ ഒരു എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാണ്. യൂണിവേഴ്സൽ എക്സ്പെരിമെൻ്റ് ആണ്. സോ ജസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് റീക്യാപ്പ് ഞാൻ കാണിച്ചു തരാം. സോ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം തിയറി ക്ലാസ് നോക്കുക. മൈക്രോസ്കോപ്പ് എന്താണെന്ന് ഡെഫിനിഷൻ, അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ ഡെഫിനിഷനും സെല്ല് കൊണ്ടുള്ള ഫോർസെപ്സ് വെച്ച് വെള്ളം അടിച്ച് അതൊക്കെ ഉണക്കാൻ ഒനിയൻ സെൽസ് അവിടെ മൈക്രോസ്കോപ്പ് വഴി നമ്മൾ കണ്ടതാണ് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവർ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റസ്റ്റ് ടേക്ക് എ സ്മാൾ പീസ് ഓഫ് ആൻ ഓനിയൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ആ ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ജസ്റ്റ് വായിച്ചു പോകാൻ. Let us take a small piece of an onion block with the help of a pair of forceps. We can peel off the skin called epidermis from the conjugal side. Inner epidermis from the conjugal side, inner layer of the onion. This layer can be put immediately in a watch flask and in water. This will prevent the peel from getting folded or getting dried. Let us take a glass of water and transfer a small piece of peel from the watch flask to the slide. Make sure that the peel is perfectly flat on the slide. A thin camel paint brush might be necessary to transfer the peel. Now we put a drop of saffron solution on this piece followed by a cover slip. Take care to avoid air bubbles. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ കവർ അടയ്ക്കുമ്പോൾ എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് 100% ശ്രദ്ധിക്കണം. While putting the cover slip with the help of a mounting needle, ask your teacher for help. We have prepared a temporary mound of onion peel. We can observe this slide under low power followed by high powers of a compound microscope. സോ ഇവിടെ നമുക്കൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കാണുവാനായിട്ട് സാധിക്കും. ഐ പീസ്, ബോഡി ട്യൂബ്, ക്വയർസ് അഡ്ജസ്റ്റ്മെന്റ്, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്, ആം, ഒബ്ജക്റ്റീവ് ലെൻസ്, ക്ലിപ്പ്, മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കണ്ടൻസർ, സ്റ്റേജ്, സ്വൈവൽ, മിറർ, ബേസ്, എല്ലാ പാർട്ടും തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. So what do we observe as we look through the lens? Can we draw the structures that we are able to see through the microscope on an observation sheet? Does it look at figure 5.2? Yes. സോ നമ്മൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ എക്സ്പെരിമെന്റിൽ ആ ഒരു 5.2 ഫിഗറിനെ പോലെ തന്നെയാണ് കണ്ടത്. ഇതാണ് സെൽസ് ഓഫ് എൻ ഓനിയൻ പീൽ, ന്യൂക്ലിയസ് സെൽസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. നമ്മൾ നേരത്തെ കണ്ട മൈക്രോസ്കോപ്പിന്റെ ഫിഗർ അത്ര ഇമ്പോർട്ടൻറ്റ് ഫിഗർ അല്ല. പരീക്ഷയ്ക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുകയില്ല. സോ മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ചിത്രം തന്നിരിക്കുന്നത്. സോ അടുത്ത ചിത്രമായിട്ടുള്ള 5.2 ഫിഗർ സെൽസ് ഓഫ് എൻ ഓനിയൻ പീൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് എന്താണ് നോക്കാം. We can try preparing temporary mounds of peels of onions of different sizes. What do we observe? Do we see similar structures of different structures? What are these structures? So നമ്മൾ കണ്ട ഒരു ബ്ലോക്ക് പോലത്തെ, റോബർട്ട് ഹൂക്ക് കണ്ട ഹണികോംബ് പോലത്തെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. These structures look similar to each other. Together they form a big structure like an onion bulb. We find them from this activity that onion bulbs of different sizes have similar small structures visible under a microscope. These cells of onion peel will all look the same regardless of the size of the onion they came from. എല്ലാ ഓനിയൻ സെൽസും നമ്മൾ ലോകത്തിലുള്ള ഏത് ഓനിയൻ സെൽ എടുത്ത് വെച്ച് നോക്കിയാലും ഇങ്ങനെ തന്നെയായിരിക്കും കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ റെക്ടാങ്കിൾ സെൽസിന് പകരം അവിടെ ഒരു സർക്കിൾ സെൽസ്, ട്രയാങ്കുലർ സെൽസ് ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം തന്നെ യൂണിഫോം ആണ്. The small structures that we see are the basic building units of an onion bulb.
These structures are called cells, not only onions, but all organs that we observe around our network cells. So നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ജീവജാലങ്ങളും സെൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. However, there are also single cells that live on their own. Single cells അതിനെ തന്നെ ഇഷ്ടത്തിന് ഒറ്റയായിട്ട് തന്നെ ജീവിക്കും. സോ അതിനുശേഷം നമ്മുടെ ആ സെൽസിൻ്റെ കഥ ഇവിടെ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. മോർ ടു നോ. Cells was first discovered by Robert Hooke in 1665. He observed the cell's cork slice with the help of a primitive microscope. So അദ്ദേഹം പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് കണ്ടാണ് നമ്മുടെ ഈ ഒരു സെൽസിനെ കണ്ടത് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് ഇത് വേറെ രൂപത്തിലായിരുന്നു പണ്ടത്തെ മൈക്രോസ്കോപ്പ്. സോ ആ ഒരു മൈക്രോസ്കോപ്പിനാണ് നമ്മൾ പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. Leeuwenhoek 1674 with the improved microscope discovered the free living cells in a pond water for the first time. So pond waterle free living cells are microscope എടുക്കുന്നുണ്ട്. സോ അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. പോണ്ടിൽ പോയിട്ട് നമുക്ക് ഫ്രീ ലിവിങ് സെൽസിനെ ഈ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. It was Robert Brown in 1831 who discovered the nucleus in the cell. Purkinje in 1839 coined the term protoplasm. പ്രോട്ടോപ്ലാസം എന്ന ടേം കൊണ്ടുവന്ന സയൻറ്റിസ്റ്റ് പ്രുക്കിഞ്ചെയാണ്. സോ അദ്ദേഹം ആ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് സെല്ലിലുള്ള ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് സബ്സ്റ്റൻസ് ദ സെൽ തിയറി ദാറ്റ് ആൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കോമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദ സെൽസ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ചാപ്റ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. The cell theory that all the plants and animals are composed of cells and the cells is a basic unit of life was presented by two biologists. So the content biologists Lejeune in 1838 and Schwann in 1839. Years on an important element. The cell theory was further expanded by Virchow in 1855. Year important element. By suggesting that all the cells are from pre-existing cells with the discovery of an electron microscope in 1940. Year important element. സോ അതിനുശേഷമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടാകുന്നത്. സോ നമ്മുടെ പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പിൽ കുറച്ച് സാധനങ്ങളൊന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നു. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും പോരായ്മകളുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ആറ്റംസും ന്യൂക്ലിയസ് കാണാൻ വേണ്ടി സാധിക്കും. ആറ്റംസും മോളിക്യൂൾസും ഒന്നും തന്നെ ഇലക്ട്രോൺസ് പോലത്തെ സാധനങ്ങളൊന്നും തന്നെ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല. അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, മോളിക്യൂൾസ് ഒക്കെ എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കെമിസ്ട്രി പഠിച്ചിരിക്കണം. സോ കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. സോ ആ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ എന്താണ് ആറ്റംസ്, ന്യൂക്ലിയസ്, മോളിക്യൂൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കെമിസ്ട്രിയിലെ ന്യൂക്ലിയസ് അല്ല, ബയോളജിയിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ മാറ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തായാലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആ മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ പറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ. So, the cell theory was further explained by Virchow in 1858, suggesting that all cells are pre-existing cells. So, Virchow പറഞ്ഞത് എന്ന് പറയുന്നത് എല്ലാ സെൽസും പ്രീ എക്സിസ്റ്റിംഗ്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സെൽസിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ Virchow പറഞ്ഞത്. Suggesting that all cells are pre-existing cells. With the discovery of an electron microscope in 1940, it was possible to observe and understand the complex structures of the cell and its various organelles. The invention of magnifying lenses. നമുക്കറിയാം നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ലെൻസാണ്. നമ്മുടെ ഈ ഒരു മൈക്രോസ്കോപ്പിൽ തന്നെ നമുക്ക് 4-5 ലെൻസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 3 ലെൻസുകൾ കാണാനായിട്ട് സാധിക്കും. ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെൻസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ലെൻസ് കാണാനായിട്ട് സാധിക്കും. സോ ലെൻസാണ് നമ്മുടെ ഈ മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ പാർട്ട്. ഈ ബോഡി ട്യൂബ് ഇല്ലെങ്കിൽ പോലും ലെൻസ് വെച്ച് നമുക്ക് ഈ മൈക്രോ ഓർഗാനിസം തന്നെ കാണാനായിട്ട് സാധിക്കും. ലേസർ വെച്ച് നമുക്ക് നമ്മുടെ മൈക്രോസ്കോപ്പിനെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് വഴി ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്ത് നോക്കാം. സോ അതിനാണ് നമ്മുടെ ലേസർ മൈക്രോസ്കോപ്പ് എന്ന് പറയുക. അതായത് ലേസറിന്റെ ചെറിയൊരു ലൈറ്റ്, ചെറിയൊരു റേ ഓഫ് ലൈറ്റ് നമ്മൾ കടത്തി വിടും. സോ അതൊരു ഫിസിക്സ് ആണ്. നമുക്ക് ബയോളജിയിലോട്ട് തിരിച്ചു വരാം. ദ ഇൻവെൻഷൻ ഓഫ് മാഗ്നിഫൈയിങ് ലെൻസസ്. സോ നമ്മുടെ ഈ ഒരു മോട്ടോനോ കഴിഞ്ഞിട്ടില്ല. The cell theory was further expanded by Virchow 1855 by suggesting that all cells arise from pre-existing cells. With the discovery of an electron microscope in 1940, it was possible to observe and understand the complex structures of the cells and its various organelles.
സോ നമ്മുടെ മോർ ടു നോ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ 15 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പസ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വരാം. കാരണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. സോ 15 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ ബ്രേക്ക് എടുക്കുക. സോ ബ്രേക്ക് എടുത്തതിന് ശേഷം ആണ് നിങ്ങളിത് കാണേണ്ടത്. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് അടുത്ത് ബോറിംഗ് ഇല്ലാതെ കാണാൻ സാധിക്കും. സോ അല്ലെങ്കിൽ പറയുന്നതൊന്നും തന്നെ നിങ്ങളുടെ മനസ്സിലാവത്തില്ല. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ദി ഇൻവെൻഷൻ ഓഫ് മാഗ്നിഫൈങ് ലെൻസസ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് മൈക്രോസ്കോപ്പിക് വേൾഡ്. It is now known that a single cell may constitute a whole organism as in amoeba. അതായത് ഒരു സിംഗിൾ സെൽ ഒരു ഫുൾ ഓർഗാനിസത്തിനെയും കൺട്രോൾ ചെയ്യുന്ന കഴിവുള്ള ജീവജാലങ്ങളുണ്ട്. അമീബ, ക്ലൈമഡോമോണസ്, പാരാമീഷ്യം, ബാക്ടീരിയ. അമീബ, ക്ലൈമഡോമോണസ്, പാരാമീഷ്യം, ബാക്ടീരിയ. സോ ഇവയെല്ലാം തന്നെ ഒറ്റ സെല്ലുകാരാണ്. അമീബ, പാരാമീഷ്യം, ക്ലൈമഡോമോണസ്, ബാക്ടീരിയ ഇതെല്ലാം തന്നെ സിംഗിൾ സെല്ലാണ്. സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ, യൂണിസെല്ലുലാർ ഓർഗാനിസം. These organisms are called unicellular organisms. Uni which is equal to single. On the other hand, many cells group together in a single body. So ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്തോ ഞാൻ ഇത് പറയുന്ന പോയിന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുകയോ ചെയ്യുക. ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നതോട് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം? നമ്മൾ പണ്ട് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. പെട്ടി വരയ്ക്കുക, ഡിവൈഡ് ചെയ്യുക. സോ പെട്ടിയുടെ ആ ഒരു മേളത്തെ ടോപ്പിക്കിൽ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നും അതിൻ്റെ അപ്പുറത്തെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്നും ഈ പറയുന്ന പോയിന്റ്സിൽ കുറച്ച് പോയിന്റ്സ് എഴുതുക. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് അതിൻ്റെ അതേ ഓപ്പോസിറ്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എഴുതി വയ്ക്കുക. Paramecium, these organisms are called unicellular organisms. Uni which is equal to single. On the other hand, many cells, unicellular organisms which are single cell, multicellular organisms which are multiple cells. On the other hand, many cells group together in a single body and assume different functions in it to form various body parts. In a multicellular organism, multi means many, such as some fungi, plants and animals. So, nammalum oru multicellular organism aanu. Can we find the names of some more unicellular organism? സോ നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് സോ നമുക്ക് പല സെൽസ് ഉണ്ട്. സോ നമുക്ക് പല സെൽസിൻ്റെ പടങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കാം. സോ നമ്മളുടെ പല സെൽസ് കാണാനായിട്ട് സാധിക്കുന്ന സ്മൂത്ത് മസിൽ സെൽസ്, ബ്ലഡ് സെൽസ്, നെർവ് സെൽസ്, അതുപോലെ ഫാറ്റ് സെൽസ്, ബോൺ സെൽസ്, സ്പാം ഒക്കെ തന്നെ വേരിയസ് സെൽസ് ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. നമുക്ക് ആരെ പാർട്ടിലോട്ട് കടന്നു വരാം. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് കടന്നിട്ടുണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. Can you find out the names of some more unicellular organism? That's your homework. Come and reach out. Your multicellular organisms have come from a single cell. എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഹൗ? സെൽസ് ഡിവൈഡ് ടു പ്രൊഡ്യൂസ് സെൽസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. സെൽ ഡിവൈഡ് ചെയ്യും. ഇതൊരു സെല്ലാണ്. സോ ഒരു സെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൽ ഡിവിഷൻ ഉണ്ടാവും. ഈ സെൽ ഡിവിഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു സെൽസ് ഈ ഒരു വലിയൊരു ഒറ്റ സെൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡായി ഇങ്ങനെ പോകും. അതിനുശേഷം ഈ ഒരു സെല്ല് വളർന്ന് വലിയൊരു സെല്ലാണ്. അതിനുശേഷം ഇത് വീണ്ടും ഇങ്ങനെ ഡിവൈഡാണ്. അത് തന്നെയാണ് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു സെൽ ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും. 2 സെൽ ഡിവിഷൻ ചെയ്ത് 4 സെൽ ഉണ്ടാവും. 4 സെൽ ഡിവിഷൻ ചെയ്ത് 8 സെൽ ഉണ്ടാവും. 8 സെൽ ഡിവിഷൻ ചെയ്ത് അതിനാണ് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. Can we find out the names of some more unicellular organism? Every multicellular organism has come from a single cell. How? Cell divide to produce cells of their own kind. All cells does come from a pre-existing cell. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെൽസിൽ നിന്നാണ് പുതിയ സെൽസുകൾ ഉണ്ടാകുന്നത്. അല്ല പുതിയ ഒരു സെൽ ഉണ്ടാകുന്നില്ല. ഒരേ ഒരു സെൽ ഉണ്ടാകുന്നു. ആ ഒരു സെൽസിൽ നിന്നും ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ സെൽസ് ഉണ്ടാകുന്നു. ആക്ടിവിറ്റി 5.2. ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ഇനി ചെയ്ത് നോക്കുന്നതാണ്. We can try preparing temporary mounds of leaf peels, tip of roots of onion or even peels of onion of different sizes. After performing the above activity, let us see what the answers to the following questions would be. So ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ABCD ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
ഡു ആൾ സെൽസ് ഓ എ ബി സി ഡി എന്ന് ആ ഒരു ക്വസ്റ്റിന് വേണ്ട എ ബി സി ഡി എന്ന് ഇട്ടതിന് ശേഷം കമന്റ് ചെയ്യാം. ഡു ആൾ സെൽസ് ലുക്ക് അലൈക്ക് ഇൻ ടേംസ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ്? ഡു ആൾ സെൽസ് ലുക്ക് അലൈക്ക് ഇൻ സ്ട്രക്ചർ? Could we find differences among cells from different parts of a plant body? What similarities could we find? Some organisms can also have cells of different kinds. Look at the following pictures. It depicts some of the following human bodies. So ഇവിടെ നമുക്ക് സുന്ദരമായ സെൽസിന്റെ പടങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ സ്മൂത്ത് മസിൽ സെൽസിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് ബ്ലഡ് സെൽസ്. സ്മൂത്ത് മസിൽ സെൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല ഇരിക്കുന്നത്. സോ ഒരു കളർ ഒക്കെ തെറ്റിയിട്ടുണ്ട്. സോ സ്മൂത്ത് മസിൽ സെൽസ് പിങ്കിഷ് കളറിലാണ് ഇരിക്കുന്നത്. ബ്ലഡ് സെൽസ് നല്ല റെഡിഷ് കളറിലാണ് ഇരിക്കുന്നത്. സോ നെർവ് സെൽസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഫാറ്റ് സെൽസ്, ബോൺ സെൽസ്, ഓവം, സ്പേം ഒക്കെ തന്നെ വേരിയസ് സെൽസ് ഫ്രം എ ഹ്യൂമൻ ബോഡിയാണ് നമുക്കിവിടെ കാണാനാണ് സാധിക്കുന്നത്. സോ ഒന്നുകൂടി തന്നെ നമ്മൾ ലേറ്റസ്റ്റ് എഡിഷൻ ആണ് ചെക്ക് ചെയ്ത് നോക്കുക. റീപ്രിന്റ് അത് ചെക്ക് ചെയ്ത് നോക്കുക 2025-26. സോ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ, അതുപോലെ വാട്ട് ഈസ് സെൽ മേഡപ്പ് ഓഫ്, വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് സെൽ, അതുപോലെ തന്നെ 2 ആക്ടിവിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൽ വാൾ, ന്യൂക്ലിയസ്, 2 ബ്ലൂ ബോക്സിൽ. ഈ ബ്ലൂ ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷന് ചോദിക്കും. സോ ഈ ബ്ലൂ ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ടാണ് എക്സാമിനേഷന് പോകുന്നത്. സോ അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലിന്റെ മൾട്ടി സെല്ലാർ, നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലിന്റെ ഡിഫറൻഷിയേഷൻ പോലെ തന്നെ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലിന്റെ ഡിഫറൻഷിയേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് പെട്ടി വെച്ച് ചെയ്യുന്ന പരിപാടി. സോ അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് ഫിഗർ ഒക്കെ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഫിഗർ ഒക്കെ തന്നെ നമ്മുടെ പേടിപ്പിക്കുന്ന ഒരു ഫിഗറാണ്. സോ എളുപ്പത്തിൽ തന്നെ വരയ്ക്കാവുന്നതാണ്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. ഒരു കുറേ ലെയറിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ട് തന്നെ പേടിപ്പിക്കുന്ന ഒരു പടമായിട്ട് തോന്നും. വളരെ സിമ്പിൾ പടമാണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും. സോ ഇവിടെ നമുക്ക് കാമിലിയോ ഗോൾഗിയുടെ പടം കാണാനായിട്ട് സാധിക്കും. സോ അദ്ദേഹം ആരെ നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ഞാൻ ഒരു ബ്രേക്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ലൈസോസോംസ്, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയസ്, അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഒരു ബ്ലൂ ഫോണ്ടിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഹാവ് യു ലേൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബുള്ളറ്റിനായിട്ട് അത് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബുള്ളറ്റിനായി കിടക്കുന്ന എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സസൈസ്, എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ 100% ചാൻസസ് ഉണ്ട്. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. സോ 100% ചാൻസ് ഉള്ള ആ ഒരു പാർട്ടാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. എല്ലാ എക്സസൈസിലെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. നമ്മൾ വേരിയസ് സെൽസ് ഫ്രം എ ഹ്യൂമൻ ബോഡിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം നോക്കാം. The shape and size of cells are related to the specific function they perform. Some cells like amoeba have shape with changing shapes. Amoeba നമുക്കറിയാം, അമീബയ്ക്ക് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. സോ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. സോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. In some cases, the cell shape could be more or less fixed and peculiar for a particular type of cell. ചില സെൽസിന്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നില്ല. For example, nerve cells have a typical shape. Each living cells have the capacity to perform certain basic functions that are characteristic of all living forms. How does a living cell perform these basic functions? We know that there is a division of labor in multicellular organisms. Such as human beings. This means that different parts of the human body has a heart to pump blood. We have a heart to pump blood. We have a heart to pump blood. A stomach to digest food, and so on. Similarly, cell. In fact, each such cell, similarly, division of labor is also seen within a single cell. In fact, each such cell has got certain specific components within it known as cell organelles. Cell organelles ഉണ്ട്. Cell organelles എന്താണെന്ന് നമുക്ക് നോക്കാം. Each kind of cell organelle perform a specific function. So എല്ലാ cell organelles ഒരു specific function ചെയ്യുന്നുണ്ട്. Blood cells
നമുക്കറിയാം നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യാനും നമ്മുടെ ഹാർട്ടിൻ്റെ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, സോ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വരും ചാപ്റ്ററുകളും ക്ലാസ്സുകളായിട്ട് നോക്കുന്നതായിരിക്കും. ഈച്ച് കൈൻഡ് ഓഫ് സെൽ ഓർഗൻ പെർഫോം എ സ്പെഷ്യൽ ഫംഗ്ഷൻ സച്ച് എസ് മേക്കിംഗ് എ ന്യൂ മെറ്റീരിയൽ ഇൻ ദ സെൽ, ക്ലിയറിംഗ് ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽ. അതാണ് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സോപ്പിൻ്റെ പരസ്യത്തിലും ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു സോപ്പ് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് നിന്നും ആ ഒരു ബ്രൗണിഷ് കളർ ഉള്ള ഒരു സംഭവം ഇളായി വരുന്നത് കാണാൻ സാധിക്കും. സോ അതിനെയാണ് നമ്മൾ ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് എന്ന് പറയുന്നത്. ഈച്ച് കൈൻഡ് ഓഫ് സെൽ ഓർഗനൽ പെർഫോം എ സ്പെഷ്യൽ ഫംഗ്ഷൻ സച്ച് എസ് മേക്കിംഗ് എ ന്യൂ മെറ്റീരിയൽ ഇൻ ദ സെൽ, ക്ലിയറിംഗ് ഓഫ് ദ സെൽ ഈസ് ഏബിൾ ടു ലീവ് ആൻഡ് പെർഫോം ഓൾ ഇറ്റ്സ് ഫംഗ്ഷൻസ് ബിക്കോസ് ഓഫ് ദീസ് ഓർഗനൽസ്. These organelles together constitute the basic unit called cell. So, these organelles together constitute the basic unit called cell. It is interesting that all cells are found to have the same organelles, no matter what their function is or what organism we are found in. So, blue color രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാൻ സാധിക്കും. രണ്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഹൂ ഡിസ്കവേർഡ് സെൽസ് ആൻഡ് ഹൗ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നിങ്ങൾ എല്ലാവരും തന്നെ പറയാമല്ലോ. ഹൂ ഡിസ്കവേർഡ് സെൽസ് ആൻഡ് ഹൗ? റോബർട്ട് ഹൂക്ക് ഡിസ്കവേർഡ് സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്. സോ റോബർട്ട് ഹൂക്കിൻ്റെ ആ കഥ നമുക്ക് എഴുതിയിരിക്കുന്നത് റോബർട്ട് ഹൂക്ക് പണ്ട് മരത്തിൽ നിന്നും ആ ഒരു കോർക്ക് പീസ് എടുത്തതിന് ശേഷം അദ്ദേഹം സ്ലൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഹണി കോംബ് കണ്ടതും സോ അത് ആ ലിറ്റർ റൂംസ് സെൽസ് എന്ന് പേരിട്ടതൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ സെൽ കാൾഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ? നമുക്കറിയാം സെല്ലുണ്ട്, ടിഷ്യൂ ഉണ്ടാകുന്നു, ടിഷ്യൂ കൊണ്ട് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് കൊണ്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഫുൾ ഹ്യൂമൻ ബോഡി ഓർഗാനിസം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ആൻസർ. What is cell made up of? What is the structural organization of cell? സോ മാർക്ക് അടിസ്ഥാനത്തിൽ പോയിന്റ് വൈസാണ് നമ്മൾ ബയോളജിയിൽ ആൻസർ എഴുതാനായിട്ട്. പാരഗ്രാഫ് കണക്ക് വായി വിളിച്ച് എഴുതാൻ പാടില്ല. പോയിന്റ് ആയിട്ട് നമ്മൾ വേണം എഴുതാൻ. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് 5 പോയിന്റ് ഒക്കെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് വേണം എഴുതാനായിട്ട്. 5.2 ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. സോ 27 മിനിറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട്. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ തുടങ്ങിയാൽ ഇന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സെൽ മേഡപ്പ് ഓഫ്? വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് സെൽ? സെൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ, ഇതിന് ഒരു ഡിഫറൻഷിയേഷൻ തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ, ഡിഫറൻറ്റ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ സെൽ ആൻഡ് മൾട്ടിസെല്ലുലാർ സെൽ, ഡിഫറൻറ്റ് ബിറ്റ്വീൻ പ്ലാസ്മ സെൽ ആൻഡ് സെൽ മെംബ്രെയിൻ, ഇങ്ങനെ ഡിഫറൻഷിയേഷൻ ആയിട്ട് ഒരു കട്ട വരച്ച് ചെയ്യേണ്ട പരിപാടികളിലായിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാനൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു 100% ഷുവറായിട്ടും എല്ലാ ക്ലാസ്സുകളും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ക്ലാസ് 12ാം ക്ലാസ് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻ. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ വരും ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം നമ്മൾ 12th സ്റ്റാൻഡേർഡ് വരയ്ക്കും, അതിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ വരയ്ക്കുന്ന ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, അതുപോലെ ഐസോട്ടോണിക് സൊല്യൂഷൻ. സോ ഈ ഒരു സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ബോക്സ് വരച്ച ശേഷം ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുശേഷം നമ്മൾ അടുത്ത പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 ആക്ടിവിറ്റി കാണാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റി 5.3, 5.4, 5.5, അതുപോലെ തന്നെ ബ്ലൂ ക്വസ്റ്റ്യൻ. സോ ഒരു ബ്ലൂ ഇങ്ക് മാർക്കിൽ ബ്ലൂ ഫോണ്ടിൽ കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ വാൾ എന്താണ്? 5.6 ആക്ടിവിറ്റി. അതിനുശേഷം നമുക്കിവിടെ ന്യൂക്ലിയസ് 5.7 ആക്ടിവിറ്റി. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫിഗർ. ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഒരു ഫിഗറാണ്. സോ എനിക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫിഗറാണ് ഈ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ റൈബോസോംസ്, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, ന്യൂക്ലിയോയിഡ്, റൈബോസോം, പ്ലാസ്മ മെംബ്രെയിൻ എല്ലാം തന്നെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. സൈറ്റോപ്ലാസം, അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിഫറൻഷിയേഷൻ, ഞാൻ പറഞ്ഞ അതേ തരത്തിലുള്ള ഡിഫറൻഷിയേഷൻ്റെ ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. പ്രോകാരിയോട്ട് സെൽ, യൂകാരിയോട്ട് സെൽ, അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ ഓർഗനൽസ്, അതിനുശേഷം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ഇത്
ഒരു ഡിഫറൻഷിയേഷൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അനിമൽ സെല്ലിൻ്റെ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. അതുപോലെ തന്നെ പ്ലാന്റ് സെൽ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു 2 ഫിഗറും തന്നെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. സോ 2 ഫിഗറിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, മറ്റേ ഫിഗറിൽ കുറച്ച് സംഭവങ്ങളില്ല. ആ ഒരു ലാബിലിങ്സ് മാത്രം നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതിയാവും, എളുപ്പമാണ്. സോ അതിനുശേഷം ഗോൾഗി അപ്പാരറ്റസ്, അതായത് നമ്മുടെ ഈ ഒരു ക്യാമറിയോ ഗോൾഗിയുടെ പിക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇദ്ദേഹം ആരെന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നോക്കാം. ലൈസോസോംസ്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ്, സെൽ ഡിവിഷൻ. ഈ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഇവിടെ നമുക്ക് ക്രോമോസോംസിൻ്റെ സെൽ ഡിവിഷൻ ഉണ്ടാകത്തില്ല, ഇങ്ങനെ ഒരു സെൽ ഡിവിഷൻ ഉണ്ടാകുന്നു. സോ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് 2 സെൽ ഉണ്ടാകുന്നു, 2 സെൽ ഡിവൈഡ് ചെയ്ത് 4 സെൽ ഉണ്ടാകുന്നു. സോ ആ ഒരു സെൽ ഡിവിഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. വാട്ട് യു ഹാവ് ലേൺ. സോ ഈ ഒരു ബുള്ളറ്റിൻ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നിന്നാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ വരുന്നത്. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സോ അങ്ങനെയായിരിക്കും എല്ലാ പോയിന്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദ ഫണ്ടമെന്റൽ ഓർഗനൈസേഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് ദ കാൾഡ് ഡാഷ്. സോ അതിന് ആൻസർ സെല്ലാണ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ് ഈ ഒരു വാട്ട് യു ഹാവ് ലേണിലെ ബുള്ളറ്റിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് എ കമ്പാരിസൺ ആൻഡ് റൈറ്റ് ഡൗൺ വേസ് ഇൻ വിച്ച് പ്ലാന്റ് സെൽ ആർ ഡിഫറെൻറ്റ് ഫ്രം ആനിമൽ. എല്ലാത്തിനും ഡിഫറൻഷിയേഷൻ ആണ് ഇതിൻ്റെ പാഠം മെയിൻ എന്ന് പറയുന്നത്. പ്ലാന്റ് സെൽ, അനിമൽ സെൽ ഡിഫറൻഷിയേഷൻ, പ്രോട്ടോപ്ലാസം ആൻഡ് നോൺ പ്രോട്ടോപ്ലാസം ഓർഗാനിസം ഡിഫറൻഷിയേഷൻ, മൾട്ടി സെല്ലുലാർ യൂണിസെല്ലുലാർ ഡിഫറൻഷിയേഷൻ, സിംഗിൾ സെൽ മൾട്ടി സെൽ ഡിഫറൻഷിയേഷൻസ്, അതുപോലെ തന്നെ അനിമൽ സെൽ പ്ലാന്റ് സെൽ ഡിഫറൻസ്, അതുപോലെ പല തരത്തിലുള്ള ഡിഫറൻഷിയേഷൻ കുറേ ചോദിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ആ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഈസ് പ്രോകാരിയോട്ടിക് സെൽ ഡിഫറെൻറ്റ് ഫ്രം യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം തന്നെ ആ ഒരു ടേബിളർ കോളം വരച്ചിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് നോട്ട് എഴുതി പോയാൽ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് വൈസ് ഒരു പൊട്ടറ്റോരോ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അതായത് സെൽ എല്ലാം തന്നെ കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്ന സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ ശേഷം ചടപടാൻ തന്നെ നമ്മൾ തീർക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് നമുക്ക് കാണാം.